ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. തെക്കൻ കുരിശുമല, ഞാനിപ്പോൾ അവിടെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു എറണാകുളം കഴിഞ്ഞിട്ട് തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ അങ്ങോട്ടൊക്കെയുള്ള ചില ആൾക്കാർക്ക് വരാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് തെക്കൻ കുരിശുമല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഓഫ് സീസണാണ്. അപ്പം ഞാനിവിടുത്തെ കാരണം എനിക്കൊന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ എനിക്കൊന്ന് തീർത്ഥാടന സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങോട്ടുള്ള ആൾക്കാർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞു വീഡിയോ, ഇപ്പോൾ ഓഫ് സീസണാണ്. അപ്പോൾ ചെറിയൊരു പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്നത് കൊണ്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഇതാണ് സംഗമവേദി. എല്ലാ വർഷവും തീർത്ഥാടകർ ഒരുമിച്ച് കൂടുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള സ്ഥലമാണിത്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ മല കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സംഗമവേദി. അവിടുത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. ഇതൊരു മോർണിംഗ് സമയമായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ഭംഗി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ഇതവിടുത്തെ ഈശോയുടെ കുരിശടിയാണ്. ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വന്ന് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഈ സ്ഥലത്ത്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കുരിശുമലയുടെ സ്ഥാപകനായിട്ടുള്ള ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ്റെ ഒരു ഓർമ്മ താഴെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. പുള്ളിയുടെ വിശേഷങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും വൈകുന്നേര സമയങ്ങളിലാണ്, ഒരു 6 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത് മാതാവിൻ്റെ കുരിശടി, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം. ഒരുപാട് പേര് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരുന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ ഈ സമയത്ത് ഇവിടുത്തെ വഴിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം എല്ലാ വർഷവും ഈ തീർത്ഥാടന സമയത്ത് അവർ ക്ലീൻ ചെയ്യാറുണ്ട് വഴിയൊക്കെ. അപ്പം ഇപ്പോൾ എല്ലാം പ്രശ്നങ്ങളായിട്ടുള്ള, അതായത് കാടൊക്കെ മുകൾ ഭാഗത്തോട്ടുണ്ട്, നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ പള്ളി, പിന്നെ അതുപോലെ ഒന്നാം കുരിശ്, ഈ കാണുന്നതാണ് ഒന്നാം കുരിശ്. ഇവിടെ നിന്നാണ് കുരിശിൻ്റെ വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ സമയം പോലെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ.